എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ദുശീലത്തെക്കുറിച്ചാണ്. അതായത് അമിതമായിട്ട് ലോട്ടറി എടുക്കുന്ന ദുശീലം. അതായത് ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അയാൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. എല്ലാ മാസവും 10,000 രൂപയുടെ ലോട്ടറി അയാൾ എടുക്കും. അപ്പോൾ അതിൽ വളരെ ചെറിയ തുകകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും അങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ അയാൾ പല വിധത്തിലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അയാളുടെ ശമ്പളം വീട്ടിലേക്ക് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള പലതരം കുഴപ്പങ്ങൾ വഴിയായിട്ട് പലരുടെയും വസ്തുവകകൾ വിറ്റുപോയിട്ടുണ്ട്, വീട് നശിച്ചിട്ടുണ്ട്, അതുപോലെ കുടുംബ ബന്ധങ്ങൾ വേർപിരിയലിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു ബ്ലോക്കായിട്ട് തന്നെ ഒരുമിച്ച് ചിലർ നമ്പർ നോക്കിയൊക്കെ ഒരുമിച്ച് ഒരു കെട്ടായിട്ട് എടുക്കുന്ന ആൾക്കാർക്കാണ് ഇങ്ങനെയുള്ള നാശങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ വശം ഒന്ന് നോക്കാം. ഏകദേശം 1 കോടി അല്ലെങ്കിൽ 50 ലക്ഷം അല്ലെങ്കിൽ 75 ലക്ഷം ഇങ്ങനെയൊക്കെയാണ് ലോട്ടറി ടിക്കറ്റുകൾ ഓരോ നറുക്കെടുപ്പിനും അതിന് തൊട്ട് മുന്നേ അടിച്ചിറക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ലോട്ടറി ടിക്കറ്റ് 1 കോടി ടിക്കറ്റിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ 1ാം സ്ഥാനം കിട്ടാനായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം അത്രയേ ഉള്ളൂ. അതായത് 1 കോടിയിൽ 1 ആളെന്നുള്ളത് അത് നിങ്ങൾ തന്നെ ആകണം എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സാധ്യത കുറവാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കണം. എങ്കിലും ലോട്ടറി എടുക്കുന്നവർ വിചാരിക്കുന്നത് എന്തുകൊണ്ട് ആ 1 കോടിയിൽ ഒരാൾ ഞാൻ ആയിക്കൂടാ എന്നുള്ളതാണ്, ആ മനോഭാവമാണ്. അപ്പോൾ ആർക്കും മറുത്ത് പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരെണ്ണം അയാളാകില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ള വിചാരം കൊണ്ടാണ് ഈ ഒരുപാട് ടിക്കറ്റുകൾ എടുക്കുന്നത്. ലോട്ടറി നിങ്ങൾ എടുക്കുന്ന ആ ദുശീലം ക്രമേണ മാത്രമേ കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഒരു 100 ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലക്കി ഡ്രോയിൽ 50 ലോട്ടറി എടുക്കുന്ന ആളാണെങ്കിൽ ഒരു 40 കുറച്ചുകൊണ്ട് വരിക. പിന്നെ ഒരു 30, 20, 10 അങ്ങനെ എണ്ണം കുറച്ച് കൊണ്ടുവരണം. അങ്ങനെ അവസാനം ഒരു മാസത്തിൽ 1 ലോട്ടറി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 1 ലോട്ടറി അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയധികം നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല. ഈ ലോട്ടറി ദുശീലം കാരണം നിങ്ങളുടെ കുടുംബം ഒരിക്കലും നശിക്കാൻ ഇടവരരുത് എന്ന് കരുതി നിങ്ങൾ ലോട്ടറി എടുക്കുന്നവർ അപ്പാടെ നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് വരിക. കാരണം നിങ്ങൾ അത്രയും ലക്കിയാണ്, അത്രയും ഭാഗ്യശാലിയാണെങ്കിൽ നിങ്ങൾ 1 ലോട്ടറി എടുത്താലും നിങ്ങൾക്കടിക്കും. നിങ്ങളെ ഭാഗ്യം തേടി മാടി വിളിക്കും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ബ്ലോക്കായിട്ട് ഒരുപാട് ടിക്കറ്റ് ഒരുമിച്ച് ബണ്ടിലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് ആ പണം നിങ്ങൾ മറ്റുള്ള ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. കാരണം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾ, അല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ പലതരം ആവശ്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണുമല്ലോ. ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് ഈ ഭീമമായ തുക ലോട്ടറിക്ക് വേണ്ടി ചെലവിടുന്നത് അത് നിങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കുക. അങ്ങനെ ലോട്ടറി ഒരു നീരാളിയെപ്പോലെ നീരാളിപ്പിടുത്തമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ പിടിമുറുക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അപ്പോൾ എല്ലാവരുടെയും കുടുംബത്തിൽ നല്ല സ്നേഹവും സമാധാനവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.